ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കളുടെ മൂപ്പള തർക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. KPCC പ്രസിഡന്റ് സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും ഈ ഒരു ഈഗോ ആണ് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബോധപൂർവം ഉരുട്ടിയെടുക്കുന്നതിൻ്റെ പിന്നിൽ ചില പ്രധാന അനുബന്ധ നേതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അനുബന്ധ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നേതാക്കൾക്ക് ചുറ്റുമായി വലയം ചെയ്തു നിൽക്കുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ എല്ലാ കാലത്തും വഴിതെറ്റിച്ചിട്ടുള്ളത് ഈ അനുബന്ധരായി നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ്. അത് ചില്ലറക്കാരൊന്നുമല്ല. KPCC ഭാരവാഹിത്വമുള്ളവരും ചില MLA സ്ഥാനം ഉള്ളവരും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഒന്നൊന്നായി വരുംകാലത്തുള്ള എപ്പിസോഡുകളിൽ വിവരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ രണ്ടു കൂട്ടരുടെയും പിന്നിൽ നിന്നുകൊണ്ട് ഇവരെ രണ്ടു പേരെയും ഈ ശരിക്കും ചൊറിഞ്ഞ് കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ നേതാക്കൾക്ക് ഒരു കാര്യത്തിൽ വലിയ ഒരു താല്പര്യമുണ്ടായിരുന്നു. പാർട്ടി വേണം, പാർട്ടി നിലനിൽക്കണം, പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ, ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ എന്ന് ഒരിക്കൽ ലീഡർ ശ്രീ K കരുണാകരൻ ഒരു പൊതുയോഗത്തിൽ വളരെ നന്നായി തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ശ്രീ AK ആൻ്റണിയും ഒരു ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നപ്പോൾ അദ്ദേഹവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷേ അതിനേക്കാൾ അതീതമാണ് പാർട്ടി എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഗ്രൂപ്പ് നേതാക്കൾക്ക് യഥാർത്ഥത്തിൽ അത്തരം ഒരു ചിന്ത ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. കാരണം ഈ അടുത്ത കാലത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFിനൊപ്പം നിന്ന് UDFിനോടുള്ള കൂറ് കാണിച്ചു. യഥാർത്ഥത്തിൽ UDFർ തെറ്റിദ്ധരിച്ചത് അവരോടുള്ള അമിത സ്നേഹത്തിൻ്റെ കൂറാണ്, അമിത വിശ്വാസത്തിൻ്റെ കൂറാണ്, അമിതമായ പ്രതിപത്തിയുടെ കൂറാണ് എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും അല്ല വസ്തുത. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിരോധം അവർക്ക് കിട്ടിയ ആദ്യ അവസരത്തിൽ അവർ ഭംഗിയായി അവർ നിയോഗിച്ചു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ റിസൾട്ട്. അത് കാരണം UDFുകാർ അമിതമായ ആത്മവിശ്വാസം കാട്ടേണ്ടതോ അമിതമായി ആളാവുകയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ഇതേ രീതിയിലുള്ള ഒരു നിലപാട് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ രണ്ട് നേതാക്കളും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇവർ പരസ്യമായ വിഴുപ്പലക്കാൻ തുടങ്ങിയത് അസഹനീയമായിരിക്കുന്നു. അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളിൽ പലതിലും ഈ അസഹനീയത, അവർ തമ്മിലുള്ള അസഹനീയത നാട്ടുകാരുടെ അസഹനീയതയായി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾക്കിടയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തെ കാര്യം നോക്കുക. ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയിരുന്നു. സതീശൻ്റെ ആക്ഷേപം ദുരിതാശ്വാസ നിധിയിൽ മുൻപ് ഉണ്ടായിരുന്ന കണക്കുകളൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതാണ് സതീശൻ പറഞ്ഞു വച്ചത്. അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ മഹാനായ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡൻറ്റ് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കണക്ക് പറയേണ്ട സമയമല്ല, ഇപ്പോൾ നമ്മൾ കയ്യും മെയ്യും മറന്ന് ഈ വയനാടിലെ അതിജീവനത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതായത് സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് ഇപ്പോഴല്ല, ഇപ്പോൾ നമ്മൾ സർക്കാരിനോടൊപ്പം നിൽക്കണം, ഇല്ലെങ്കിൽ ഈ വയനാട്ടിലുള്ള മനുഷ്യരോടൊപ്പം നിൽക്കണം, അവർക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം, വിമർശനങ്ങൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് ഈ KPCC പ്രസിഡൻറ്റ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തു പറഞ്ഞോ അതിനെ ഘടകവിരുദ്ധമായി പറയുക എന്നുള്ളത് ഈ KPCC പ്രസിഡൻറ്റ്
നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചോദിക്കും, എന്താ KPCC പ്രസിഡൻ്റ് അത്ര ബോധമുള്ള ആളല്ലേ, ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണോ എന്ന്, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ആളാണോ എന്ന് ഉള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അതൊക്കെ അവരവരുടെ യുക്തിയും അവരവരുടെ ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകാവുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഇവർ ഇപ്പോഴും ധ്രുവങ്ങളിൽ തന്നെയാണ് പോകുന്നത്. ഇടയ്ക്ക് AICC പിടിച്ച് മൂക്ക് പിടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ചെവി പിടിക്കുമ്പോൾ, ശരി ഇനി ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ചിരിക്കും, പരസ്പരം ചിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും ഇവർ പരസ്പരം തന്നെ പാരവെക്കുന്നു. അതാണ് വാസ്തവം. ഈ പാരവെപ്പ് ഉണ്ട് എന്നുള്ളത് ഒരു അംഗീകൃത സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ KPCCയുടെ യഥാർത്ഥത്തിൽ നയിക്കുന്ന നമ്പർ 1 ലീഡർ ആരാണ്, ഇല്ലെങ്കിൽ ആരാകണം? KPCC പ്രസിഡൻ്റ് ആകണമോ, പ്രതിപക്ഷ നേതാവ് ആകണമോ? ഇത് മുൻകാലത്തും ഈ തർക്കം വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ആയിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കരുതുന്നത് ഞാനാണ് നമ്പർ 1, ബാക്കിയെല്ലാം നമ്പർ 2. ഈ KPCC പ്രസിഡന്റ് പറയുന്നത് ഞാനാണ് KPCC തലവൻ, ഞാനാണ് നമ്പർ 1, പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പിന്നിൽ നിൽക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ നിഗമനമാണ്. ഇതിൽ എഴുതപ്പെട്ട തത്വശാസ്ത്രം ഒന്നുമില്ല എന്നുള്ള വസ്തുതയും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ തർക്കിക്കുമ്പോൾ, ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന കാര്യത്തിൽ തർക്കിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആളിനെ നമുക്ക് ആ അൽഗോരിതം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിയമസഭാ നടപടികളുടെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലേ നമുക്ക് പ്രതിപക്ഷ നേതാവിനെ കാണാൻ കഴിയും. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്താണ് അംഗീകൃതമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പുറമേയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രതികരിച്ചൂടെ എന്ന് ചോദിച്ചാൽ അത് പ്രതികരിക്കാം, അതിൽ സംശയമൊന്നുമില്ല, പ്രതികരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷേ പാർട്ടിയുടെ കാര്യം പറയേണ്ടത് എപ്പോഴും ഈ KPCC പ്രസിഡൻറ്റ് തന്നെയാണ്. അത് A ആയാലും B ആയാലും C ആയാലും ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഉള്ള യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റേതായ ചുമതലയും റോളും ഒക്കെ അദ്ദേഹത്തിനാണ് പതിച്ചു നൽകിയിരിക്കുന്നത്. KPCC പ്രസിഡൻറ്റിനെ കവച്ചു വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നമ്പർ 1 ആകണോ എന്ന് ചോദിച്ചാൽ അത് ആകരുതെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റേതായ ഒരു റോളുണ്ട്. ആ റോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് ഇപ്പോൾ തന്നെ ആർജിച്ചെടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ അദ്ദേഹം നന്നായി മുമ്പോട്ട് പോകുന്നുമുണ്ട്. പക്ഷേ ഈ രണ്ടു കൂട്ടരും തർക്കം പറഞ്ഞുകൊണ്ട് നിന്നാൽ, നീയോ ഞാനോ എന്ന് തർക്കിച്ചു കൊണ്ടിരുന്നാൽ ജനം നിങ്ങൾക്ക് മറുപടി തരും, ഉറപ്പാണ്, സംശയമൊന്നും വേണ്ട. ഈ പണ്ടൊക്കെ ജനം പിന്നെയാണ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ അവർ നിങ്ങൾക്ക് കൊട്ടു തരും. നിങ്ങൾ തർക്കിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരൊറ്റ കാര്യമുണ്ട്, ഇതിനിടയിലൂടെ നുഴഞ്ഞു കയറി ഈ സംസ്ഥാനത്ത് വേരുറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ പേര് BJP എന്നാണ്. BJP എല്ലാ മേഖലകളിലേക്കും കടന്നു കയറി കഴിഞ്ഞു. അവരുടേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ തന്നെ ആത്മവിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തു വരാൻ പോകുന്ന UDFന് ഉള്ള ഭൂരിപക്ഷത്തിൽ കുറവ് വരുത്താൻ BJPക്ക് നന്നായി കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് വഴിവെക്കുന്നതും ഇപ്പോൾ നിലവിൽ ഈ രണ്ടുപേരുടെയും തർക്കമാണ്. ഈ ശരിക്കു പറഞ്ഞാൽ ഭരണകക്ഷി അല്ലെങ്കിൽ പിണറായി വിജയൻ ആവശ്യമായ എല്ലാ സഹായവും പ്രതിപക്ഷത്തിന് നൽകുന്നുണ്ട്. അദ്ദേഹം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് ജനവിരുദ്ധമായ കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് ജനം അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിലെ അപജയം എന്ന് പറയുന്നത് ജനം വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് പ്രതിപക്ഷത്തിനാണെങ്കിൽ ആ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കൾ തമ്മിലുള്ള ഈ വെട്ടും കുത്തും അവരിൽ നിന്നും അത് ചോർന്ന് മൂന്നാം കക്ഷിയായ BJPയിലേക്ക് വോട്ടുകൾ എത്തുന്നതിന് ഇടവരുത്തും എന്നുള്ള ഒരു നഗ്ന സത്യം ഈ രണ്ട് നേതാക്കളും മനസ്സിലാക്കണം. ഇവിടെ UDFന് വോട്ട് കുറയുന്നുണ്ടെങ്കിൽ ആ കുറയുന്നതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ രണ്ടുപേർക്കുമായിരിക്കും. യഥാർത്ഥത്തിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തി കുറ്റം പറയാൻ ഇതുവരെയുള്ള അവസ്ഥ വെച്ച് കഴിയുകയില്ല. കാരണം എടുക്കപ്പെട്ട തീരുമാനങ്ങളെല്ലാം പുറത്തു വരുന്നതും പുറത്തു കൊണ്ടുവരുന്നതും ഒക്കെ ആരെ
ബുദ്ധിമുട്ടിക്കാനാണ്, ഇല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. നിങ്ങൾ രണ്ടുപേരും തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തോൽപ്പിക്കുന്നത് കോൺഗ്രസിനെയാണ്, അഥവാ UDFിനെയാണ്, നിങ്ങളെ വിശ്വസിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രവർത്തകരെയാണ്. ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം BJPക്ക് നൽകാനാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ജനം അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ പോരടിച്ച് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ, കോൺഗ്രസിനെ തോൽപ്പിക്കാനാണോ UDFിനെ തോൽപ്പിക്കാനാണോ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു വെച്ചാൽ മതി.